ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. ഇന്ന് പെസഹ പെരുന്നാൾ. ഉത്സവത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഭവമാണ് പെസഹ നമുക്ക് തരുന്നത്. വർഷങ്ങൾക്കപ്പുറം ചെങ്കടൽ കടന്നു വന്നതിൻ്റെ ഓർമ്മയാണ് പെസഹ. ബന്ധനത്തിൻ്റെ വിലാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ സ്തുതിപ്പാണ് പെസഹ എന്ന് നാം തിരിച്ചറിയണം. ഇന്ന് പലപ്പോഴും നാം പഴമയെ തള്ളിക്കളയുന്നവരാണ്, പുതുമയെ സ്വീകരിക്കുവാൻ ഏറെ വാഞ്ചയുള്ളവരാണ്. എന്നാൽ യേശു യഹൂദ പാരമ്പര്യം തള്ളിക്കളയാതെ അതിനെ അനുവർത്തിക്കുന്ന ഒരു സ്വഭാവ വൈശിഷ്ട്യം നാം ഇതിലൂടെ കാണുകയാണ്. യേശു അപ്പവും വീഞ്ഞും കൈകളിലെടുത്ത് വാഴ്ത്തി മുറിച്ച് ശിഷ്യന്മാർക്ക് നൽകുന്ന ഈ പ്രതീകം നാളെ ദുഃഖവെള്ളിയിൽ പിതാവായ ദൈവം തൻ്റെ പുത്രനെ കൈകളിലെടുത്ത് വാഴ്ത്തി മുറിച്ച് നൽകുന്നതിൻ്റെ ഓർമ്മ കൂടി ആണ്. ഒന്നാമത്തെ ചിന്ത, അപ്പവും വീഞ്ഞും കൈകളിലെടുത്തു. നമുക്കൊന്ന് ചിന്തിക്കാം. കർത്താവ് നമ്മുടെ ജീവിതത്തെ കൈകളിലെടുക്കാൻ നാം ആഗ്രഹിക്കണം. രണ്ടാമത്തെ ചിന്ത, വാഴ്ത്തി. അബ്രഹാമിനെ വാഴ്ത്തിയതുപോലെ, ഇസഹാക്കിനെ യാക്കോബിനെ വാഴ്ത്തി അനുഗ്രഹിച്ചതുപോലെ നമ്മുടെ ജീവിതത്തെയും വാഴ്ത്തി അനുഗ്രഹിക്കാൻ നമുക്ക് ദൈവദർശനത്തിൽ പ്രാർത്ഥിക്കാം. മൂന്നാമത്തെ ചിന്ത, നുറുക്കി. ഇത് പ്രതീകാത്മകമാണ്. നാളെ യേശുവിൻ്റെ ശരീരം ഗോകുൽത്താൽ മലയിൽ കുരിശിന്മേൽ മുറിക്കപ്പെടുവാൻ പോവുകയാണ്. നാം യേശുവിനോടുകൂടി മുറിയുകയും അതുവഴി ഞാനെന്ന ഭാവം ഇല്ലാതാകുകയും ചെയ്യണം എന്നുകൂടി ഈ അപ്പം മുറിക്കുമ്പോൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അടുത്തത്, നൽകുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി തന്നെ ശൂന്യമാക്കി കൊടുക്കുന്ന യേശുവിൻ്റെ മനോഭാവം നമ്മെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമായ കാര്യമാണ്. മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നത് ഇത് ഒരു ആർജവ സംസ്കാരമാണ്. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള മനോഭാവം നമ്മിൽ ഉണ്ടാവണം. യേശു തന്നെ നമുക്ക് നൽകിയെങ്കിൽ നമുക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഇടയിൽ മറ്റുള്ളവരുടെ വേദനയുടെ മുമ്പിൽ നമ്മളെ തന്നെ നമുക്കുള്ളതിൻ്റെ പങ്കുവയ്ക്കുവാനുള്ള മനോഭാവം നമ്മളുണ്ടാവണം. വാക്കുകൾ ഉപസംഹരിക്കുമ്പോൾ, വിമോചനത്തിൻ്റെ ഉത്സവമായി പെസഹ നാം കൊണ്ടാടുമ്പോൾ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എന്നെയും കൈകളിലെടുക്കണമേ, എന്നെയും വാഴ്ത്തണമേ, എന്നെയും മുറിക്കണമേ, ഈ ലോകത്തിന് നൽകണമേ എന്ന്. നിങ്ങൾക്കെല്ലാവർക്കും പെസഹ പെരുന്നാളിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം പുത്തൂർക്കുടലിൽ ജയ്മോനച്ചൻ.